അസൗകര്യമാണ് സാറേ, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അയാൾ. ആ ഡ്രൈവർ തന്നെ ഇപ്പോൾ അബോധാവസ്ഥയിലാണ്, രൂപ എത്ര ഹോസ്പിറ്റലാവും. അതുകൊണ്ട് സാറേ അതൊന്നും തരാൻ പറ്റില്ല, ചെറിയ എമൗണ്ട് വേണേൽ തരാം എന്നുള്ള രീതിയിൽ. അത് നടക്കില്ല. 10,000 മിനിമം കിട്ടിയെങ്കിലേ വിടാൻ ഒക്കുകയുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യും, അത് ബുധനാഴ്ചയാണ് ഈ വിളിച്ചു വരുത്തി വണ്ടി വിടാനായിട്ട്, 27-ാം തീയതി. തിങ്കളാഴ്ച വാ, പൈസ ആയിട്ട് തിങ്കളാഴ്ച വാ, നമുക്ക് അന്നേരം വിടാം. അതൊരു വണ്ടി ഇവിടെ കിടക്കട്ടെ. ഏതായാലും തിങ്കളാഴ്ച വന്നു. സാറേ ഒരു നിവൃത്തിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, ഞങ്ങളാകെ അയാളുടെ ട്രീറ്റ്മെൻറ്റ്, അയാൾ ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. സാറ് അത്രയൊന്നും തരാൻ പറ്റുള്ളൂ, സാറ് ഒരു കൺസെഷൻ കാണിക്കുക, എന്തെങ്കിലും ചെറിയ തുകയാണ് ഞങ്ങൾ തന്നിട്ട് പോകാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. വണ്ടി വേണോ, മിനിമമാണ് 10,000. ഗ്രേസിയുടെ ഗോപന്മാർ അത് പറഞ്ഞു വിട്ടു, നിങ്ങൾ നാളെ വാ, 10,000 ആയിട്ട് നാളെ വന്നിട്ട് വണ്ടി ഇറക്കിക്കൊണ്ട് പോകും. 10,000 കൊടുക്കാതെ കാര്യം നടക്കില്ല എന്ന് ലോറിയുടെ ഉടമയ്ക്ക് മനസ്സിലായി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വിജിലൻസ് DYSP കണ്ടു, അവർ 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞു. അതിന് വിജിലൻസിൽ ഇയാളുടെ മൊഴി പകർത്തി ഒരു FIR ഇട്ടു. 10,000 രൂപ വിജിലൻസ് അവിടെ പൊടിയൊക്കെ തേച്ച് കൊടുത്തു വിട്ടു. ഗോപന്മാർ സന്തോഷത്തോടെ 10,000 രൂപ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ തന്നെ പിടിയും വീണു. വിജിലൻസ് കെണിയൊരുക്കി കൃത്യമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തു. ഇതുപോലെയുള്ള കൈക്കൂലിക്കാരന്മാരെ എടുത്ത് അങ്ങനെയല്ലേ പെരുമാറാനൊക്കെ ഉള്ളൂ. ഇയാൾ ഗ്രേഡ് SI ആണ്, നല്ല പ്രായമുണ്ട്, റിട്ടയർ ചെയ്യാറായി 1-2 വർഷം കാണുമായിരിക്കാം. എങ്കിൽ ഈ ഒരു അന്ത്യ സമയത്ത് റിട്ടയർ ചെയ്യുന്ന അടുക്കാറാകുമ്പം പലരും ഇതുപോലെ ചെന്ന് കെണിയിൽ ചാടുന്ന കണ്ടിട്ടുണ്ട്.